ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക സാങ്കേതിക വിദ്യയെ ചികിത്സാ സങ്കേതങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ചില ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തുകയുണ്ടായി. സംസ്ഥാനത്ത് ആദ്യമായി, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായി, റോബോട്ടിക് സൊല്യൂഷൻസിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആളുകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള G-Gator സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചു. 1 വർഷം മുൻപാണ് ഇത് സ്ഥാപിച്ചത്. ആരോഗ്യവകുപ്പ് KDISCന്റെ സഹായത്തോടെ ജെൻ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പ് നിർമ്മിച്ച G-Gator ആണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചത്. ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള, അത്ഭുതാവഹമായിട്ടുള്ള മാറ്റമാണ് ഈ G-Gatorയുടെ സഹായത്തോടുകൂടി ചലനശേഷി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇതുവരെ 850ഓളം സെഷനുകൾ ഈ G-Gatorൽ നടത്തിയിട്ടുണ്ട്. ഒരു സെഷൻ ഏതാണ്ട് 20 മിനിറ്റിന് മുതൽ ഒരു 30 മിനിറ്റോ ചിലപ്പോൾ അതിലധികവുമായിട്ട് നീളുന്നുണ്ട്. ഒട്ടനേകം ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ ചുവടുവെപ്പാണ്. പുതിയ കാലത്തെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ചികിത്സാ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഇത്. പക്ഷാഘാതം, പാരാപ്ലീജിയ, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ്, ഇങ്ങനെയെല്ലാം ഒരു ശരിക്കുമുള്ള പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് വേണ്ടിയാണ് ഈ ഉപകരണം വളരെയധികം സഹായപ്രദമായിരിക്കുന്നത്. റോബോട്ടിക് സർജറിയും അതോടൊപ്പം ട്രിപ്പോ ഉൾപ്പെടെയുള്ള ഒട്ടനേകം സംവിധാനങ്ങൾ, ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി ഉൾപ്പെടെ പുതിയ സങ്കേതങ്ങൾ നമ്മുടെ ചികിത്സാ സംവിധാനത്തിൽ കൊണ്ടുവരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. G-Gatorന്റെ ഒരു ഫലപ്രാപ്തി വലിയ ആത്മവിശ്വാസമാണ് ആരോഗ്യ വകുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.